കഴുത കരയുന്നത് പിശാചിനെ കണ്ടിട്ടാണ് എന്ന് പറയുന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. കഴുതയുടെ ശബ്ദം പോലൊരു മോശം ശബ്ദം വേറെ ഇല്ല എന്ന് ഖുർആനിൽ പറയുന്നുണ്ട്. ഖുർആനിലെ 31 ലുക്മാൻ എന്ന് പറയുന്ന സൂറത്തിലെ 19 ആയത്ത് നോക്കൂ. അതിനകത്ത് പറയുന്നത് എന്താണ്? ശബ്ദങ്ങളിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ട ശബ്ദം കഴുതയുടെ ശബ്ദം അത്രയേ എന്നാണ്. ശബ്ദങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അറപ്പുളവാക്കുന്ന, ഏറ്റവും വെറുപ്പുളവാക്കുന്ന ശബ്ദം കഴുതയുടെ ശബ്ദം അത്രയേ എന്നാണ് സൂറത്തുൽ ലുക്മാനിൽ 33 അധ്യായത്തിൽ 19 വാക്യത്തിൽ ഖുർആനിൽ തന്നെ പറയുന്നത്. ഈ പ്രപഞ്ചം ഉണ്ടാക്കിയ അള്ളാഹു, പ്രപഞ്ചം ഉണ്ടാക്കിയ പടച്ചോൻ ഈ കഴുതേൻ്റെ ഒച്ച മോശമാണ്, കുതിര ഭയങ്കര സംഭവമാണ് എന്നൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഈ കഴുതേനെയും കുതിരേനെയും ഈ കണ്ടു കാണപ്പെട്ട എല്ലാ ജീവജാലങ്ങളെയും അതാതിൻ്റെ സവിശേഷ സ്വഭാവങ്ങളോടുകൂടി നിശ്ചയിച്ച് സൃഷ്ടിച്ച ആളല്ലേ ഈ പടച്ചോൻ. ഈ പടച്ചോൻ എന്നിട്ട് മൂപ്പരുണ്ടാക്കിയ സാധനം, ആ സാധനം മോശമാണ്, ഈ സാധനം മുന്തിയതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എത്ര ചീപ്പാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഴുതേൻ്റെ ഒച്ച മോശമാണ് അള്ളാഹ് പറയാണ്. പ്രപഞ്ച സൃഷ്ടാവ്, പ്രപഞ്ചനാഥനായ ദൈവം പറയാണ് കഴുതേൻ്റെ ഒച്ച മോശമാണ്, കുതിര ഭയങ്കര സംഭവമാണ്, കുതിര ഇങ്ങനെ പൊടിവാറിപ്പിച്ച് തീവാറിപ്പിച്ച് ശത്രുക്കളെ പോയിട്ട് ആക്രമിച്ച് നിങ്ങൾക്ക് മുതൽ കൊണ്ടുത്തരും എന്നൊക്കെ ഈ പടച്ചോനാണ് പറയുന്നത്. അപ്പോൾ ഈ പടച്ചോൻ്റെ ഒരു നിലവാരം നിങ്ങൾ എന്താണെന്ന് ആലോചിച്ച് നോക്ക്.